മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ ജഡ്ജിയോട് അനുവാദം വാങ്ങി പ്രതാപനെയും വാമദേവനെയും ചോദ്യം ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ സമയം വാമദേവനോട് ചോദിക്കുന്നുണ്ട് തന്റെ പേരെന്താണെന്ന്. അയ്യോ മോനെ, ഞാൻ നിന്റെ അമ്മാവനല്ലേ, നിനക്കെന്റെ പേര് അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ തന്നോട് ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. എന്താ തന്റെ പേര്? വാമദേവൻ പ്രതാപനോട് ചോദിക്കുമ്പോൾ പ്രതാപചന്ദ്രൻ എന്ന് പറയുന്നു. കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് ഫിനാൻസിൽ താൻ എത്ര കാലം ജോലി ചെയ്തെന്ന് ചോദിക്കുമ്പോൾ 10-30 വർഷം വളരെ ആത്മാർത്ഥമായി തന്നെ അവിടെ ജോലി ചെയ്തതെന്നിങ്ങനെ വാമദേവൻ പറയുകയാണ്. അങ്ങനെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, കമലേശ്വരം കമ്പനീസിലെ സൂപ്പർവൈസർ ആയിട്ടുള്ള താനും അവിടുത്തെ MD ആയിട്ടുള്ള വിശ്വനാഥനും തമ്മിൽ 2006 എന്തെങ്കിലും വഴക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ യാതൊരു വഴക്കും സംഭവിച്ചിട്ടില്ല. അത്രയ്ക്കും ആത്മാർത്ഥമായിട്ടായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഞങ്ങൾ അങ്ങനെ വഴക്ക് കൂടുന്ന കൂട്ടത്തിലൊന്നല്ല എന്നിങ്ങനെ വാമദേവൻ കള്ളം പറയുകയാണ്. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, താൻ ഈ പറയുന്നത് ഫുള്ളും പച്ച കള്ളാണ്. അന്ന് താൻ നടത്തിയ കള്ളത്തരം വിശ്വനാഥൻ എന്ന മനുഷ്യൻ കണ്ടെത്തി. മാത്രമല്ല തന്നെ കമ്പനിയിൽ നിന്നും പുറത്താക്കാനായിട്ട് അയാൾ തീരുമാനിച്ചു. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. വിശ്വനാഥന് ഞാനില്ലാതെ ആ കമ്പനിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ടായിരുന്നു അവിടെ സേവനം അനുഷ്ഠിച്ചതെന്നൊക്കെ പറയുകയാണ് വാമദേവൻ. ഈ സമയം ദുർഗയും ഉണ്ണിയും കോടതിക്ക് പുറത്ത് കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അവരാണെങ്കിൽ അകത്തേക്ക് പോവുകയാണ്. ഉണ്ണിയെയും അതുപോലെ ദുർഗയെയും കാണുമ്പോൾ മുത്തശ്ശിയും പ്രതാപനും വാമദേവനും ആകെ വല്ലാതെയാവുകയാണ്. അവരാണെങ്കിൽ ഞെട്ടലോട് കൂടിയിട്ട് ഉണ്ണിയെയും ദുർഗയെയും നോക്കുന്നു. മുത്തശ്ശിയാണെങ്കിൽ തന്റെ കൊച്ചുമോളുടെ ആ ഒരു ജീവിതം ഇവിടം വെച്ച് ചിന്നിച്ചെതറി പോവുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നോക്കുന്നത് പ്രതാപനും. അങ്ങനെ ദുർഗയുടെ മുന്നിൽ വെച്ച് തന്നെ കണ്ണൻ ചോദിക്കുന്നുണ്ട് വാമദേവനോട്, എടോ താൻ എന്തിനാ തന്റെ പെങ്ങളെ വിശ്വനാഥൻ എന്ന ആ മനുഷ്യന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തെന്ന് ചോദിക്കുമ്പോൾ വാമദേവനാണെങ്കിൽ ദുർഗയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കുന്നില്ല. അങ്ങോട്ട് നോക്കാനല്ല പറഞ്ഞത്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്ന കണ്ണൻ പറയുമ്പോൾ, അത് പിന്നെ മോനെ, ഞാൻ വിശ്വനാഥൻ എന്ന എന്റെ സുഹൃത്തിന് നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട്. എന്ത് മോനോ? സാറെന്ന് വിളിക്കണോ? അയ്യോ സാറേ, ഞാൻ പറഞ്ഞല്ലോ ആത്മാർത്ഥമായി തന്നെയാണ് ഞാൻ ഈ ബന്ധം നടത്തിയത്. അതിൽ ഒരു കളത്തരവും ഞാൻ കാണിച്ചിട്ടില്ല. എന്റെ പെങ്ങൾ ദുർഗയും വിശ്വനാഥനും തമ്മിലുള്ള വിവാഹം അവർ തമ്മിൽ നന്നായിരിക്കണമെന്ന് കരുതി തന്നെയാണ് നടത്തി കൊടുത്തതെന്നൊക്കെ പറയണം. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, താനിപ്പോ ഈ പറഞ്ഞത് പച്ച കള്ളമാണ്. വിശ്വനാഥൻ എന്ന പാവ മനുഷ്യനെ സ്വാധീനിച്ച് പെങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയായിരുന്നു. അതും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. വിശ്വനാഥൻ വിസമ്മതിച്ചപ്പോഴും അയാളുടെ അമ്മയില്ലാത്ത കുഞ്ഞിന് വേണ്ടിയിട്ട് അമ്മയായിട്ട് തന്റെ പെങ്ങൾ വരുമെന്നൊക്കെ പറഞ്ഞ് വിശ്വനാഥനെ നിർബന്ധിക്കുകയായിരുന്നു. അതിൽ മുഴുവനും സ്വത്തിന്റെ മോഹമായിരുന്നു തനിക്കുണ്ടായിരുന്നെന്നൊക്കെ പറയുമ്പോൾ, പച്ച കള്ളാണ്, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവർ തമ്മിൽ സന്തോഷമായിട്ടിരിക്കണമെന്നും പിന്നെ അമ്മയില്ലാത്ത ആ ചെറുക്കന് ഒരു അമ്മയെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറയുമ്പോ അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, അല്ലാതെ നിങ്ങൾ പറയുകയാണെങ്കിൽ കോടതി അത് മുഖവിലേക്ക് കിടക്കില്ല. താൻ പറയുന്നതൊക്കെ തന്നെ കള്ളങ്ങളാണ്, ഒരിക്കലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാമദേവനാണെങ്കിൽ സ്ഥാപിക്കാൻ നോക്കുകയാണ് ദുർഗയ്ക്ക് മുന്നിൽ. ഇടയ്ക്കിടെ ദുർഗയെയും ഉണ്ണിയെയും മാറി മാറി നോക്കുന്നുണ്ട്. അങ്ങനെ വാമദേവൻ പറയുന്നുണ്ട്, വിശ്വനാഥന്റെ മകന് ഒരു അമ്മ വേണമെന്ന് കരുതി തന്നെയാണ് ഞാൻ ഈ വിവാഹം കഴിപ്പിച്ചത് എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയുള്ള വാമദേവൻ എന്തിനാണ് സ്വന്തം പെങ്ങളെ വിധവയാക്കിയതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ദുർഗയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അവരാണെങ്കിൽ വാമദേവനെ ഒരു ഞെട്ടലോട് കൂടിയിട്ട് നോക്കുന്നുണ്ട്. അത് വാമദേവനും ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ വാമദേവൻ ജഡ്ജിന് മുന്നിൽ വെച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും എന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ സ്വന്തം പെങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഞാൻ നോക്കുമോ എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയാണ്, താൻ അതിന്റെ പുറകിൽ വ്യക്തമായിട്ടുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയായിരുന്നു എന്നൊക്കെ പറയുകയാണ് വാമദേവനോട്. അങ്ങനെ വാമദേവൻ ചോദിക്കുന്നുണ്ട്, അതിന് സാറിന്റെ കയ്യിൽ വലിയ തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ട്, വ്യക്തമായിട്ടുള്ള തെളിവ് തന്നെയുണ്ട്. ഈ നിൽക്കുന്ന പ്രതാപചന്ദ്രൻ, ഇയാൾക്ക് എല്ലാ സത്യങ്ങളും അറിയാം. അങ്ങനെ പ്രതാപചന്ദ്ര, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? താനല്ലേ ആ ലോറി ഡ്രൈവർ? ഇത് കേൾക്കുമ്പോ തന്നെ ഉണ്ണിയും ദുർഗയും ആകെ ഞെട്ടുന്നു. താനല്ലേ ആ കൊട്ടേഷൻ ഏറ്റെടുത്തത്? അങ്ങനെ ജഡ്ജിയോട് കണ്ണൻ പറയുന്നു, വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സാർ ഞാൻ ഇത് പറയുന്നത്. ഇയാൾക്കാകെ ഒരു ഭൂസ്വത്തുക്കളും ഉണ്ടായിരുന്നില്ല പണ്ട്. അതുപോലെ തന്നെ വെറും ഒരു ലോറി ഡ്രൈവർ ആയിട്ടുള്ള ഇയാൾ ഇപ്പോ 4-5 കോടികളുടെ ഓണർ ആണെന്നൊക്കെ പറയുമ്പോൾ ജഡ്ജിക്കാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. പ്രതാപചന്ദ്ര പറയേ, ഇനി ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഇയാൾ തനിക്ക് കൊട്ടേഷൻ തന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ ആർക്കും കൊട്ടേഷൻ കൊടുത്തിട്ടില്ല എന്നിങ്ങനെ വാമദേവൻ പറയുന്നു. തന്നോട് ചോദിക്കുമ്പോൾ മാത്രം മറുപടി പറഞ്ഞാൽ മതി, മിണ്ടാതിരിക്കാനായിട്ട് കണ്ണൻ വീണ്ടും വീണ്ടും പറയണം. അങ്ങനെ പ്രതാപനോട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, പ്രതാപന് ഭാര്യയും കുടുംബമൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ, ഉണ്ട് സാറേ, അതിലൊരു മകളുണ്ട്. കരുണാലയം എന്നല്ലേ തന്റെ വീടിന്റെ പേര്? അതെ. എന്നിട്ട് കരുണയുള്ള കൂട്ടത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ എന്ത്? അത് പിന്നെ എന്ന് പറഞ്ഞാൽ, അല്ല, കരുണയോട് കൂടിയിട്ട് ജീവിക്കണമെന്നുണ്ട്, ജീവിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്നിങ്ങനെ കണ്ണൻ ചോദിക്കുന്നു. താൻ 2006 നടത്തിയ ലോറി അപകടം തനിക്ക് ഓർമ്മയുണ്ടോ? ഒരു പാവപ്പെട്ട മനുഷ്യനും അയാളുടെ മകനും വളരെ ശാന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് വരികയായിരുന്നു. അപ്പൊ തന്റെ ലോറി അതിലേക്ക്
പാഞ്ഞു കയറി. എന്നിട്ട് അവർ പിടയുന്നത് കണ്ടിട്ടും നിർത്താതെ പോയി. ആ ക്രൂരത താൻ ചെയ്തു. അതിനെല്ലാം സാക്ഷിയായിട്ട് 5 വയസ്സുകാരിയായിട്ടുള്ള തന്റെ ഭാര്യയുടെ ആദ്യ ബന്ധത്തിലെ മകൾ മഹാലക്ഷ്മി ഉണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് നിർത്തച്ച അവരെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടും താൻ അത് കേട്ടില്ല. സത്യമല്ലേ ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ ദുർഗയാണെങ്കിൽ ആകെ ഷോക്കാവാണ്. അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒലിക്കുന്നു. എന്തായാലും പ്രതാപനാണെങ്കിൽ വ്യക്തമായിട്ടൊന്നും അങ്ങോട്ട് പറയുന്നില്ല. അങ്ങനെ ജഡ്ജിക്ക് മുന്നിൽ കണ്ണൻ പറയുന്നുണ്ട്, 5 വയസ്സുകാരിയായിട്ടുള്ള മഹാലക്ഷ്മി ആയിരുന്നു ഇതിനൊക്കെ സാക്ഷി. ഇപ്പോ അയാൾ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അയാളുടെ മൊഴി എടുത്തിട്ടുണ്ട്, അങ്ങനെ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ കണ്ണൻ പ്രതാപന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, ആ ഒരു ആക്സിഡന്റിൽ അപ്പൊ തന്നെ ആ പാവം വിശ്വനാഥൻ എന്ന ആൾ മരിച്ചു. പിന്നെ അയാളുടെ മകൻ ജഡക്കണക്കെ ഹോസ്പിറ്റലിൽ കടന്നു. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം വീൽ ചെയറിൽ സഞ്ചാരം ആരംഭിച്ചു. ഇപ്പോ ആ പയ്യൻ തന്നെ കറുത്ത കോട്ടിട്ട് ഈ കോടതിയിൽ ഈ കേസ് വാദിക്കുന്നു. അതൊക്കെ ഒരു നിമിത്തമാണെന്ന് പറഞ്ഞ് ജഡ്ജിയോട് പറയുന്നു. ഈ സമയം ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛനെ കൊന്നത് ഇപ്പൊ പ്രതാപനാണോ എന്ന്. അമ്മേ, അയാൾ കുറ്റം സമ്മതിച്ചിട്ടില്ലല്ലോ. മുത്തശ്ശിയാണെങ്കിൽ അതൊക്കെ തന്നെ കേൾക്കുകയാണ്. അവർക്കാണെങ്കിൽ ആകെ പേടി തോന്നുന്നു. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, ഇനിയാണ് പ്രതാപചന്ദ്രൻ സത്യങ്ങൾ പറയേണ്ടത്. താനൊരു മാനസിക രോഗിയായിരുന്ന സമയത്ത് ഒരു ഡോക്ടറുടെ കീഴിൽ ചികിത്സയിലായിരുന്നു, ഡോക്ടർ ജോർജ്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തന്റെ അസുഖം ഭേദമായെന്ന്. അങ്ങനെയൊക്കെ പറയുന്നു എന്നിങ്ങനെ പ്രതാപം പറയുമ്പോ, എന്താ തനിക്കപ്പോ അത് ഓർമ്മയില്ലേ? അല്ല, ഓർമ്മയില്ല. പിന്നെ എന്താ തനിക്ക് ഓർമ്മയുള്ളതെന്നൊക്കെ കണ്ണൻ ചോദിക്കുകയാണ്. ഈ നിൽക്കുന്ന വാമദേവൻ കൊട്ടേഷൻ ഒന്നും ഓർമ്മയില്ലെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞാൻ ആർക്കും കൊട്ടേഷൻ കൊടുത്തിട്ടില്ല സാറേ, വെറുതെ പറയുന്നതാണെന്നൊക്കെ പറയണം. തന്നോട് ചോദിക്കുമ്പോൾ മാത്രം മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതല്ലേ വാമദേവ എന്നിങ്ങനെ കണ്ണൻ ചോദിക്കുകയാണ്. അങ്ങനെ ജഡ്ജി പറയുന്നുണ്ട്, അതെ, തന്നോട് ചോദിക്കുമ്പോൾ മാത്രം ഉത്തരം മൊഴിഞ്ഞാൽ മതി, അതുവരെ മിണ്ടാതിരിക്കാനായിട്ട് ശക്തമായി തന്നെ വാമദേവനെ വിലക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും കണ്ണൻ തുടരുകയാണ്. ഡോക്ടർ ജോർജ് കൃത്യമായി തന്നെ ഒരു റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇയാളുടെ അസുഖം ഭേദമായി. മാത്രമല്ല മാനസിക രോഗം ചികിത്സിക്കുന്ന ആളായതുകൊണ്ട് തന്നെ രോഗികൾ അറിയാതെ അവർക്കുള്ളിൽ സത്യങ്ങൾ ചൂഴ്ന്നെടുക്കാനുള്ള കഴിവ് ഈ ഡോക്ടർമാർക്കുണ്ട്. അങ്ങനെ പ്രതാപന്റെ മനസ്സ് വായിച്ചെടുത്ത മൊഴി സാർക്ക് മുന്നിൽ ഹാജരാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അനന്തുവാണെങ്കിൽ ആ ഒരു കുറിപ്പെടുത്ത് ജഡ്ജിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അയാളാണെങ്കിൽ അതെല്ലാം തന്നെ വായിക്കുന്നു. കാര്യങ്ങൾ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയാണ്. അതായത് പ്രതാപനാണ് ഈ കൊട്ടേഷനെ ഏറ്റെടുത്തതും ഈ പറയുന്ന വിശ്വനാഥനെ കൊന്നതും ഒക്കെ തന്നെ കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കണ്ണൻ നേരെ തിരിയുന്നത് വാമദേവന്റെ നേരെയാണ്. അതായത് ഡോക്ടർ കൃത്യമായി തന്നെ പറഞ്ഞു പ്രതാപനെ കൊട്ടേഷൻ കൊടുത്തത് വാമദേവനാണെന്ന്. ആ വാമദേവൻ താനല്ലേടോ എന്ന് ചോദിക്കുമ്പോൾ ദുർഗയാണെങ്കിൽ ഞെട്ടുകയാണ്. എന്ത്, ഞാനൊരിക്കലും ആർക്കും കൊട്ടേഷൻ കൊടുത്തിട്ടില്ല. മാത്രമല്ല എന്റെ എല്ലാമായിട്ടുള്ള വിശ്വനാഥനെ ഞാൻ എങ്ങനെ കൊല്ലും? അങ്ങനെ കൊട്ടേഷൻ കൊടുക്കും? പ്രതാപ, സത്യം പറയും, തനിക്ക് ഇയാളെ ഇതിനു മുമ്പ് പരിചയം ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ പ്രതാപനോട് വാമദേവൻ ചോദിക്കുന്നുണ്ട്, എടാ പറയടാ, നിനക്ക് എന്നെ പരിചയം ഉണ്ടായിരുന്നോ? ഞാനാണോ ഈ കൊട്ടേഷൻ തന്നത്? വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. നീ പറയേ, ധൈര്യത്തോടെ പറയുന്നൊക്കെ പറഞ്ഞ് വാമദേവനാണെങ്കിൽ കരയണം. അയാൾക്ക് അതിന് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. പ്രതാപം പറയാണ്, എനിക്ക് പരിചയം ഉണ്ടായിരുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ദുർഗയും ഉണ്ണിയും ആകെ ഷോക്കാവുന്നു. അങ്ങനെ ഈ കൊട്ടേഷൻ തന്നത് വാമദേവനാണെന്ന് ചോദിക്കുമ്പോൾ, ഓ എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത് സർ? ഒരിക്കലുമല്ല, ഞാൻ ഒരിക്കലും എന്റെ ഉറ്റ സുഹൃത്തിനെ കൊല്ലാനായിട്ട് ശ്രമിക്കില്ല. എന്റെ പെങ്ങളുടെ ഭർത്താവല്ലേ ഈ പറയുന്ന വിശ്വനാഥൻ, ഞാൻ എങ്ങനെ കൊല്ലും? എനിക്കതിന് സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോ അഭിനയം ഇവിടെ വേണ്ട. ഇനി പ്രതാപനിൽ നിന്നാണ് സത്യങ്ങൾ അറിയേണ്ടത്. പ്രതാപൻ കൃത്യമായതിന് സത്യങ്ങൾ വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ എന്റെ പക്കലുണ്ടെന്നൊക്കെ പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ മിണ്ടാതെ നിൽക്കണേ കുറച്ചു നേരം. എടാ പ്രതാപ, ഒന്ന് പറയേ, ഞാനല്ല ആ കൊട്ടേഷൻ വന്നതെന്ന് പറയേ. പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയെ നോക്കുന്നു. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം ഓർക്കുകയാണ്. അതായത് കോടതി കൂടാൻ സമയമായതുകൊണ്ട് തന്നെ മുത്തശ്ശിയും കരുണയും റെഡിയായിട്ട് പുറത്തിറങ്ങുകയാണ്. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് കുടുംബക്ഷേത്രത്തിലേക്ക് കയറി പോകാം എന്നൊക്കെ മുത്തശ്ശിയും കരുണയും തീരുമാനിച്ച് കാറിനടുത്തേക്ക് വരുമ്പോഴേക്കും മാർക്കോയും ലോപ്പസും ചേർന്ന് കത്തിയും ആയുധങ്ങളുമായിട്ട് അവിടേക്ക് എത്തുന്നുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ രണ്ടാളും ആകെ പേടിക്കുന്നു. അങ്ങനെ മുത്തശ്ശി, ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോയതെന്നൊക്കെ കരുണ പേടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ലോപ്പസും മാർക്കോയും വെഹിക്കിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് വരികയാണ്. രണ്ടുപേരുടെ കയ്യിൽ നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട്. രണ്ടാളും കോടതിയിലേക്ക് പോവുമായിരിക്കും അല്ലെ? അതേ മോനെ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ, ഞങ്ങൾക്ക് വരാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒപ്പിച്ചിട്ടില്ലേ? അത് പിന്നെ മോനെ, എല്ലാം സംഭവിച്ചു പോയി, ക്ഷമിക്കണം. എന്ത് ക്ഷമിക്കാൻ? നിങ്ങളിപ്പോ കോടതിയിലേക്ക് പോകുന്നതേ മകന്റെ മൊഴിമാറ്റി പറിച്ചിൽ കാണാൻ വേണ്ടിയിട്ടല്ലേ? എങ്കിലേ അത് വേണ്ട. അങ്ങനെ നിങ്ങളുടെ മോൻ ഇന്ന് മൊഴി മാറ്റി പറയാനായിട്ട് പാടില്ല. പ്രതാപനും വാമദേവനും പലതും തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് അറിയാം. എന്റെ ഈ വരവ് കുറച്ച് വൈകിപ്പോയി, പക്ഷെ എന്നാലും വന്നത് കറക്റ്റ് സമയത്ത് തന്നെയാണ്. കോടതി മുറിയിൽ ആ പാവം മനുഷ്യനെ കൊന്നതിൽ നീതി കിട്ടണം. വിശ്വനാഥൻ എന്ന
കണ്ണൻ സാറിന്റെ അച്ഛനെ കൊന്നത് ഈ പറയുന്ന പ്രതാപനും വാമദേവനുമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. സത്യങ്ങൾ സത്യമായി തന്നെ അവിടെ വാമദേവനും പ്രതാപനും അവതരിപ്പിക്കണം. അതിലൊരു മാറ്റവും ഉണ്ടാവരുത്. അതിനെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. ഈ കൊച്ചുമോളെ ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയെ പിടിച്ച് കത്തിയുടെ മുനയിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ അയ്യോ മോനെ അവളൊന്നും ചെയ്യല്ലേ, എങ്കിലേ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോടതിയിലേക്ക് ചെല്ലാൻ നോക്ക്. എന്നിട്ട് അവിടെ വെച്ച് മാർക്കോയുടെ കസ്റ്റഡിയിലാണ് കൊച്ചുമോൾ എന്ന് പറയും. അവനെങ്ങാനും മൊഴി മാറ്റി പറഞ്ഞാൽ അതോടുകൂടിയിട്ട് പ്രതാപൻ തീർന്നെന്ന് വേണം പറയാനായിട്ട്. അയ്യോ മോനെ മോളെ വിട്, അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്. ഓഹോ, ഇവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടോ? 8 മാസം ഗർഭിണിയായിട്ടുള്ള മഹാലക്ഷ്മിയെ തള്ളി താഴെ ഇടുന്ന സമയത്ത് ഓർത്തില്ലേ മഹാലക്ഷ്മിയുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നുള്ള കാര്യം? അത് പിന്നെ മോനെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം മനസ്സുകൊണ്ടും അതുപോലെ അവളുടെ മുന്നിലും വെച്ചും മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. മോൾക്കൊരു അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറയുകയാണ്. എങ്കിലേ ഇനി അബദ്ധം പറ്റാനായിട്ട് പാടില്ലല്ലോ. അതുകൊണ്ട് കൊച്ചുമോൾ ഞങ്ങളുടെ കസ്റ്റഡിയിൽ സുരക്ഷിതമായിട്ടുണ്ടാകും. അങ്ങനെ പ്രതാപൻ കോടതി മുറിയിൽ വെച്ച് മൊഴി മാറ്റി പറയുകയാണെങ്കിൽ ഇവിടെ കൊച്ചുമോളുടെ ജീവൻ പെടഞ്ഞു തീരുന്നതായിരിക്കും നിങ്ങൾ തിരിച്ചു വരുമ്പോ കാണാനായിട്ട് പോകുന്നത്. ജാമ്യത്തിൽ വരുന്ന പ്രതാപൻ പിന്നെ മോളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. പിന്നെ മഹാലക്ഷ്മിയും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് നിങ്ങളുടെയൊക്കെ ഭാഗ്യം. അല്ലെങ്കിൽ കാണാമായിരുന്നു മാർക്കോ ആരാണെന്ന്. എന്തായാലും മുത്തശ്ശി ചെല്ലാൻ നോക്ക്, കൊച്ചുമോള് ഞങ്ങളുടെ കസ്റ്റഡി ഉണ്ടാവും എന്ന് പറയുമ്പോ ഇത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ മോനെ അവളെ ഒന്ന് വെറുതെ വിട്, ചെല്ലാനല്ലേ തള്ളി നിങ്ങളോട് പറഞ്ഞത്. ശരി ശരി ഞാൻ പോയിക്കോളാം. പിന്നെ പ്രതാപനോട് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ പറയണം, ഒരു കാരണവശാലും മൊഴി മാറ്റരുതെന്ന്. പിന്നെ ഞങ്ങൾ ഇവിടെ കൊച്ചുമോളുടെ അടുത്ത് ഉണ്ടെന്നുള്ള കാര്യം പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ കൊച്ചുമോളുടെ ആയുസ് കുറഞ്ഞു പോകും കേട്ടോ. കേട്ടു മോനെ, ഞാൻ ആരോടും ഒന്നും പറയില്ല, പ്രതാപനോട് പറഞ്ഞോളാം മൊഴി മാറ്റി പറയണ്ടെന്ന്. എങ്കിലേ പെട്ടെന്ന് പോവാൻ നോക്ക്. അങ്ങനെ മുത്തശ്ശി പോവാൻ നേരം കരുണയാണെങ്കിൽ ഓടി വന്നിട്ട് മുത്തശ്ശി പോവല്ലേ, മുത്തശ്ശി എന്നെ വിട്ട് പോവല്ലേ, ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മാർക്കോയാണെങ്കിൽ കരുണയുടെ മുടി പിടിച്ച് വലിച്ച് കഴുത്തിൽ കത്തി വെക്കണം. അയ്യോ മോളെ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ കരുണയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുന്നുണ്ട്. ഈ സമയം പ്രതാപനാണെങ്കിൽ അതൊക്കെ ഒന്ന് ഓർത്തെടുത്തിട്ട് കണ്ണൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാനായിട്ട് തയ്യാറെടുക്കുകയാണ്. പറയണോ, താനല്ലേ ആ കൊട്ടേഷൻ ഏറ്റുവാങ്ങിയത്? ഈ പറയുന്ന വാമദേവനെ തനിക്ക് പരിചയമുണ്ടായിരുന്നില്ലേ എന്ന് കണ്ണൻ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ പ്രതാപനാണെങ്കിൽ കണ്ണനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. എന്തായാലും പ്രതാപൻ സത്യങ്ങൾ ഞാൻ തന്നെ തുറന്നു പറയാനാണ് ചാൻസ്. അപ്പൊ കാത്തിരിക്കാം കഴിഞ്ഞ എപ്പിസോഡിനായിട്ട്.